നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കി. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം റദ്ദാക്കിയത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, സെക്രട്ടറി ഭരതൻ, പടക്കം പൊട്ടിച്ച രാജേഷ് എന്നിവരുടെ ജാമ്യമാണ് റദ്ദാക്കിയത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, വിവരങ്ങൾ എന്തൊക്കെയാണ്? വെടിക്കെട്ട് അപകടം പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് ഈ നടപടി. പ്രതികൾക്ക് കീഴ്ക്കോടതി കഴിഞ്ഞ ദിവസം നൽകിയ ജാമ്യമാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി റദ്ദാക്കിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും ക്ഷേത്രം പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, സെക്രട്ടറി ഭരതൻ, വെടിക്കെട്ടിന് അതായത് വെടിമരുന്നിന് തീ കൊളുത്തിയ രാജേഷ് എന്നിവർക്ക് ഹോസ്ദുർഗ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നൽകിയ ജാമ്യമാണ് ജില്ലാ സെഷൻസ് കോടതി റദ്ദാക്കിയിട്ടുള്ളത്. ഹോസ്ദുർഗ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നൽകിയ ജാമ്യം റദ്ദാക്കണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്ത് ജില്ലാ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. ഈ അപ്പീൽ നൽകുന്നതിന് മുമ്പേ തന്നെ ജില്ലാ സെഷൻസ് കോടതി പ്രതികൾക്ക് കീഴ്ക്കോടതി അനുവദിച്ച ജാമ്യം സ്വമേധയാ റദ്ദാക്കുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതിൽ ADMന്റെ ഒരു റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ക്ഷേത്ര ഭാരവാഹികൾക്ക് ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും എടുത്തു പറയുന്നത്. ഇത്തരത്തിലുള്ള വെടിക്കെട്ടുകൾ നടത്തുമ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള മാനദണ്ഡങ്ങളൊന്നും തന്നെ ഈ ക്ഷേത്ര ഭാരവാഹികൾ പാലിച്ചില്ല. കൂടാതെ ലൈസൻസ്, വെടിക്കെട്ട് നടത്തുവാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് ADMന്റെ റിപ്പോർട്ടിലും വ്യക്തമാക്കിയിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ വെടിക്കെട്ട് അപകടത്തിൽ ഒരാൾ മരിച്ചിരുന്നു. കൂടാതെ ബാക്കിയുള്ളവർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. 35 പേർ ICUവിൽ തുടരുന്നു എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത്. 101 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ലക്ഷ്മി. ശരി, ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.